നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. പറഞ്ഞത് പണിയായി. മുംബൈ സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യാക്കൂബ് മേമനെ പിന്തുണച്ച ബോളിവുഡ് താരം സൽമാൻ ഖാനെതിരെ മുംബൈയിൽ പ്രതിഷേധം. കോടതി ഉത്തരവ് ചോദ്യം ചെയ്യാനുള്ള പ്രസ്താവനയ്ക്കെതിരെ BJPയും ഹിന്ദു സംഘടനകളും. മേമന്റെ വധശിക്ഷയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമെന്ന് BJP. സൽമാന്റെ വസതിക്ക് കനത്ത പോലീസ് സുരക്ഷ. യാക്കൂബ് മേമന് പകരം തൂക്കിലേറ്റേണ്ടത് സഹോദരൻ ടൈഗർ മേമനെയെന്ന് സൽമാന്റെ ട്വിറ്റർ സന്ദേശം. പ്രതിഷേധത്തെ തുടർന്ന് വിവാദ ട്വീറ്റ് പിൻവലിച്ച് സൽമാൻ ഖാൻ. നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നതായും ബോളിവുഡ് താരം. രാജിയാവാത്ത കസേര തർക്കം. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുടെ തർക്കത്തിൽ UDF. അവകാശവാദത്തിൽ നിലപാട് കടുപ്പിക്കാൻ RSP. സ്ഥാനമില്ലെങ്കിൽ ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗിനുമില്ലെന്ന് ഭീഷണി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പാലോട് രവിക്ക് നൽകാനാവില്ലെന്ന നിർബന്ധത്തിൽ ഉറച്ച് ഐ ഗ്രൂപ്പ്. അവകാശവാദം ഉറപ്പിക്കാൻ രമേശ് ചെന്നിത്തലയും PP തങ്കച്ചനും മുഖ്യമന്ത്രിയെ കണ്ടത് കഴിഞ്ഞ ദിവസം. ഐ ഗ്രൂപ്പിന്റെ മനസ്സിൽ K മുരളീധരൻ. സ്ഥാനം RSPക്ക് നൽകുന്നതിലൂടെ കോൺഗ്രസിനെ ദുർബലമാക്കിയുള്ള ഘടകകക്ഷി പ്രീണനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ്. വിമുക്തിക്കും വിലക്കിനുമിടയിൽ. IPL വാതുവയ്പ് കേസിൽ അഗ്നിശുദ്ധി നേടിയ ശ്രീ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നതും കാത്ത് ക്രിക്കറ്റ് ലോകം. കുറ്റവിമുക്തനാക്കപ്പെട്ട ശ്രീശാന്തിന് ആവേശ വരവേൽപ്പുമായി ആരാധകരുടെ കേരളം. ആഹ്ലാദങ്ങൾക്കിടയിലും വിലക്കിന്റെ ആശങ്കയുമായി BCCI നിലപാട്. ശ്രീക്കുള്ള ആജീവനാന്ത വിലക്ക് സമിതിയുടെ സ്വതന്ത്ര തീരുമാനം. അതിൽ കേസിന്റെ സ്വാധീനമില്ലെന്നും വിലക്ക് നീക്കുന്ന കാര്യത്തിൽ തീരുമാനം പിന്നീട് മാത്രമെന്നും BCCI. വിലക്കു നീങ്ങും വരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമെന്ന് ശ്രീശാന്ത്. 8 വർഷം കൂടി ക്രിക്കറ്റിൽ തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷ. മൈതാനത്തേക്ക് മടങ്ങിയെത്താൻ ശ്രീശാന്തിനു മുന്നിൽ വെല്ലുവിളികൾ ഏറെ. അഴിമതിയുടെ വർഷകാലം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അഴിമതി ബഹളത്തിൽ അവസാനിക്കുമെന്ന് സൂചന. ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരുന്ന 9 പുതിയ ബില്ലുകൾ അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റേണ്ടി വരും. കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട 11 ബില്ലുകളുടെ കാര്യം അനിശ്ചിതത്വത്തിൽ. ബില്ലുകൾ അവതരിപ്പിക്കാതെ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ ഖജനാവിന് നഷ്ടമാകുന്നത് 260 കോടി രൂപ. ലോക്സഭയ്ക്ക് 162 കോടിയും രാജ്യസഭയ്ക്ക് 98 കോടി രൂപയുടെ നഷ്ടം. ലോക്സഭ 1 മണിക്കൂർ സമ്മേളിക്കാൻ ചെലവ് 1.5 കോടി രൂപ. രാജ്യസഭയ്ക്ക് 1.1 കോടി. സമ്മേളനം ആരംഭിച്ച് 4 മാസം കഴിയുമ്പോൾ നഷ്ടമായത് 91% സമയം. അഴിമതി ബഹളത്തിൽ മുങ്ങിയത് ചോദ്യോത്തരവേളയും ചർച്ചകളും. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2375 രൂപ, പവൻ 19,000 രൂപ. വെള്ളി ഗ്രാമിന് 36.16 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.